ലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് MLA ഒഴിവാക്കി. CPIMന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ ഒഴിവാക്കിയത്. ബി ഉണ്ണികൃഷ്ണൻ സമിതിയിൽ തുടരും. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആർ ശ്രീജിത്ത്. എം മുകേഷ് MLA ചലച്ചിത്ര കോൺക്ലേവ് അടക്കം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കുറേ ദിവസങ്ങളായി ഉയർന്നു നിൽക്കുന്നതാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ആ തീരുമാനം എടുക്കുകയാണോ CPIM? സുജിയ, ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് കൊല്ലം MLA ആയ എം മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ഒപ്പം തന്നെ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായ സർക്കാർ സംവിധാനമായ നയരൂപീകരണ വേദിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. ഈ ആവശ്യത്തിൽ മാത്രമാണ് സർക്കാർ അനുകൂലിച്ചത്. അതായത് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണം, അത് പുനഃസംഘടിപ്പിക്കുമ്പോൾ ആ തീരുമാനം ഉണ്ടാകണമെന്ന് CPIMന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPIM നിർദ്ദേശപ്രകാരം സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നേരത്തെ എം മുകേഷ് അടക്കം 10 പേരാണ് നയരൂപീകരണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ എം മുകേഷിനെ മാത്രമാണ് ഒഴിവാക്കിയത്. ഷാജി കരുൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ KSFDC ചെയർമാനായ ഷാജി കരുൺ തന്നെ ഈ നയരൂപീകരണ സമിതിയുടെ ചെയർമാനായി തുടരും. ഈ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ് കൺവീനർ. ബാക്കിയുള്ള അംഗങ്ങൾ മഞ്ജു വാര്യരും ബി ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും രാജീവ് രവിയും നിഖില വിമൽ അഭിനേത്രിയും സന്തോഷ് കുരുവിള നിർമ്മാതാവ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് എന്നിവർ ഈ സിനിമ നയരൂപീകരണ സമിതിയിൽ അംഗങ്ങളായി തുടരും. എന്നാൽ ഈ മുകേഷിനെ മാത്രം ഒഴിവാക്കി. ബി ഉണ്ണികൃഷ്ണനെയും നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സംവിധായകൻ വിനയൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് സാംസ്കാരിക മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും വിനയൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ വിനയൻ്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ബി ഉണ്ണികൃഷ്ണനെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിലനിർത്തി പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ സംവിധായകനും ഒപ്പം തന്നെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമാണ്.